സംവിധായകൻ പ്രിയനന്ദന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നടനും സംവിധായകനുമായ ജോയ് മാത്യു. സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും പ്രിയനന്ദനെ ആക്രമിച്ചവർ മാപ്പർഹിക്കുന്നില്ല എന്ന് ജോയ് മാത്യു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. എന്നാൽ പ്രിയനന്ദൻ ഉപയോഗിച്ച ഭാഷ ഗുഹാമനുഷ്യനെയും ലജ്ജിപ്പിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സംവിധായകൻ പ്രിയനന്ദൻ എന്റെ ചിരകാല സുഹൃത്താണ്. ഞാൻ എഴുതിയ സങ്കടൽ എന്ന നാടകം പ്രിയൻ 1998 സംവിധാനം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. പ്രിയന്റെ സിനിമയുമായി ഞാൻ സഹകരിച്ചിട്ടുമുണ്ട്. ശബരിമല വിഷയത്തിൽ ഫേസ്ബുക്കിൽ പ്രിയൻ എഴുതിയതിനെതിരെയുള്ള ഒരാക്രമണമാണല്ലോ പ്രിയന് നേരെ ഇപ്പോൾ നടന്നത്. ഗുഹാജീവികളിൽ നിന്നും വലിയ പരിഷ്കാരമൊന്നും ചിന്തകളിൽ സംഭവിക്കാത്ത ഒരു ജനവിഭാഗമാണ് നമ്മൾ. ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ ഉറപ്പിച്ച് പറയാൻ കെൽപ്പില്ലാത്ത ശാസ്ത്രീയമായ ചിന്ത തങ്ങൾക്കാണെന്ന അവകാശവാദമുള്ള അതേസമയം തങ്ങൾ ദൈവവിശ്വാസികൾക്ക് ഒപ്പമാണെന്ന് വീണ്ടും വീണ്ടും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഒരു ഭാഗത്ത്, എന്നാൽ വിശ്വാസികളെ ഞങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷകർത്താക്കൾ എന്ന് വിലപിക്കുന്ന വേറൊരു കൂട്ടർ മറുഭാഗത്തും. സത്യത്തിൽ ഇവർക്കാർക്കും മനുഷ്യരിൽ വിശ്വാസമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ കയ്യിലുള്ള ഗുഹാജീവികൾ എന്ന് നമ്മളെ വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഗുഹാജീവിതത്തിനിടയിലാണ് സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെടുന്നത്, അതും ഗുഹാമനുഷ്യ ജീവിത വ്യവസ്ഥകൾക്ക് വേണ്ടി. സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും പ്രിയനന്ദനെ ആക്രമിച്ചവർ മാപ്പർഹിക്കുന്നില്ല. എന്നാൽ അതേസമയം പ്രിയനന്ദൻ ഉപയോഗിച്ച ഭാഷ ഗുഹാമനുഷ്യനെയും ലജ്ജിപ്പിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഒരു സാഹിത്യ അക്കാദമി ജീവിയായി തരം താണു പോകും. അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവണം. അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമായി നാം മാറണമെങ്കിൽ നമുക്ക് അത് പറയാൻ നല്ലൊരു ഭാഷ വേണം. എഴുതിപ്പോയ വാക്കുകൾ പ്രിയൻ തിരിച്ചെടുത്തെങ്കിലും ഒരു ക്ഷമാപണം കൂടെ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുണ്ടാകുമായിരുന്നുള്ളൂ. അതിലൂടെ ഒരാളും മോശക്കാരനാവുമായിരുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. എന്നാൽ പ്രിയനന്ദനെ ആക്രമിച്ചതിൽ ഞാൻ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. കാരണം അയാൾ എന്റെ ചെങ്ങാതിയാണ് എന്ന് ജോയ് മാത്യു പ്രതികരിച്ചു. ഇന്നലെ രാവിലെയാണ് പ്രിയനന്ദന് നേരെ ആക്രമണം ഉണ്ടായത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് സംവിധായകൻ പ്രിയനന്ദന് നേരെ RSS ആക്രമണം ഉണ്ടായത്. RSSകാർ മർദ്ദിച്ചെന്നും വീട്ടിൽ ചാണകവെള്ളം ഒഴിച്ചെന്നും പ്രിയനന്ദൻ വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പനെതിരെ പറയാൻ നീ ആരാടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് അയാൾ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, കൊല്ലാനാണെങ്കിലും വരാം, ഒളിച്ചിരിക്കില്ല എന്ന് പിന്നീടുള്ള പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരുന്നു. ദൈവത്തെ തെറി പറഞ്ഞിട്ടില്ല, ഭാഷ മോശമായതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.